നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ചെയറുകൾ ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിലുണ്ടാവാം. അത്തരത്തിലുള്ള ചെയറുകൾ കുറേ കാലം കഴിഞ്ഞ് കുഷ്യൻ പോവാം, കംപ്ലൈൻറ്റ് വരാം. അത്തരത്തിലുള്ള പഴയ ചെയറുകൾ എക്സ്ചേഞ്ച് ചെയ്യാനായി ഇപ്പോൾ ഒരു അവസരം ഒരുക്കുന്നുണ്ട്. ഇഷ്ടം പോലെ കളക്ഷൻ ഡൈനിങ് ടേബിളിൽ വരുന്നുണ്ട്. ഓരോന്നിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നില്ല. ഹൈ ക്വാളിറ്റി ചെയറുകൾ, കുറേ മോഡലുകൾ നല്ല ഓഫറിലും അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റ് റേഞ്ചിലും ക്വാളിറ്റിയിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. വുഡിലുണ്ടാക്കിയതുണ്ട്, സ്റ്റീലിലുണ്ട്, അതുപോലെ തന്നെ ട്രീറ്റഡ് വുഡ്, അത്തരത്തിലുള്ള സിമ്പിൾ ട്രീറ്റഡ് വുഡ്, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചെയറുകൾ കണ്ടില്ലേ. എന്തോ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ട്. ഇതെന്തിനും ലൈറ്റ് വെയിറ്റ്. നമ്മുടെ പ്രായമുള്ള വീട്ടിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനൊക്കെ എപ്പോഴും ഈസി ആയിട്ട് ഒന്ന് ബാക്കിലേക്ക് നീക്കേണ്ട എന്തെങ്കിലും ഇരിക്കുമ്പോൾ അങ്ങനെ നീക്കണമെങ്കിൽ വളരെ സുഖമായിട്ട് നീക്കാൻ പറ്റുന്ന ചെയറുകളാണ്. ഇതൊക്കെ ഡൈനിങ് ടേബിൾ നമ്മുടെ കളക്ഷനാണ്. 100 ടൈപ്പ് ഡൈനിങ് ചെയറുകൾ നമ്മൾ ഇതുപോലെ കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ, ഈ ഡൈനിങ് ടേബിളൊക്കെ. അതുപോലെ കുറേ മോഡലുകൾ, പുതിയ മോഡലുകൾ, ഇരിക്കാൻ നല്ല കംഫർട്ടുള്ള. പണ്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരുന്ന പല പ്രൊഡക്റ്റുകളും നമുക്കിവിടെ ലോക്കൽ മേക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇമ്പോർട്ട് ചെയ്തതിനേക്കാളും ക്വാളിറ്റിയിലും അതേ ഫിനിഷിങ്ങിലാണ് നമ്മളവിടെ മോശമാവാറ്. ഇപ്പോൾ അതേ ഫിനിഷിങ്ങിലും അതേ ക്വാളിറ്റിയിലും നമുക്കിത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ മോഡലൊക്കെ കണ്ടില്ലേ, എന്താ അതിൻ്റെ ഒരു ഭംഗി കണ്ടില്ലേ, ഇങ്ങനെയുള്ള മോഡല്. ഇതൊക്കെ പുതിയ ട്രെൻഡാണ് കേട്ടോ. നമ്മുടെ വീട്ടിലേക്ക് ഇത്തരത്തിലുള്ള ചെയറുകൾ ഇട്ടാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയട്ടെ, എക്സ്ചേഞ്ച് ചെയ്ത് പഴയ ഡൈനിങ് ടേബിൾ ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയതാക്കാൻ അവസരമുണ്ട്. പഴയ ഗ്ലാസ് ടോപ്പുകൾ ഉണ്ടെങ്കിൽ അത് എക്സ്ചേഞ്ച് ചെയ്ത് മാർബിൾ ടോപ്പ് ആക്കാനുള്ള അവസരമുണ്ട്. മാർബിൾ ടോപ്പും പുതിയ ചെയറും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ഏരിയ രാജകീയമായിരിക്കും.